കുറേ കാലമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു ഇലക്ട്രിക് സൈക്കിൾ മേടിക്കുക എന്നത്. അങ്ങനെ ഇലക്ട്രിക് സൈക്കിളിനായി അടുത്തുള്ള ഷോപ്പുകളിലെല്ലാം പോയി നോക്കിയപ്പോൾ അതിനെല്ലാം കൂടുതൽ വലിയ വില, ഫീച്ചേഴ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചില്ല. അങ്ങനെയാണ് ആമസോണിൽ സെർച്ച് ചെയ്തത്. ആമസോണിൽ 2 ദിവസത്തോളം സെർച്ച് ചെയ്താണ് ഈ കുഞ്ഞൻ ഇലക്ട്രിക് സൈക്കിൾ കണ്ടെത്തിയത്. വീർ EV എന്ന ഈ ഇലക്ട്രിക് സൈക്കിൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചറുകളോടും കൂടിയ ഇലക്ട്രിക് സൈക്കിളായിരുന്നു. കാരിയർ ബോക്സ്, അതുകൂടാതെ മിറർ, പിന്നെ മൊബൈൽ ഹോൾഡർ, പേഴ്സ്, ഇവയെല്ലാം ഇട്ട് വെക്കുന്നതിനുള്ള പൗച്ച്, ഇതെല്ലാ ഫീച്ചേഴ്സോടും കൂടിയ ഒരു 26 ഇഞ്ച് വീൽ ഇലക്ട്രിക് സൈക്കിളാണ് വീർ EV. കൂടാതെ LED ലൈറ്റ് ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. അതുകൂടാതെ സേഫ്റ്റിക്കായി റിഫ്ലക്ടർ ലൈറ്റോട് കൂടിയ ഹെൽമെറ്റും ഈ കമ്പനി ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. ടയർ നല്ല സൈസുള്ള ടയറാണ്, 26 ഇഞ്ച് ടയറാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ആണ് ഉള്ളത്. പെഡൽ അസിസ്റ്റ് മോഡ്, പെഡൽ മോഡ്, ത്രോട്ടിൽ മോഡ്, ഇങ്ങനെ 3 മോഡുകളിലായി നമുക്ക് ഈ സൈക്കിളിൽ റൈഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. സൈക്കിൾ നമ്മൾ സ്വന്തമായി അസംബിൾ ചെയ്യണമെന്നുള്ളതാണ് ഏക പ്രശ്നം. കാരണം ഇവർക്ക് കേരളത്തിലാകെയുള്ള ഡീലർ കരുനാഗപ്പള്ളിയിൽ മാത്രമാണ്. പക്ഷേ 95% അസംബിൾഡായാണ് ഈ സൈക്കിളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അസംബ്ലി വളരെ ഈസിയാണ്. ഫ്രണ്ട് വീലുകൾ ഫസ്റ്റ് അസംബിൾ ചെയ്യണം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സീറ്റ് നമുക്ക് പിന്നീട് അസംബിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പെഡലുകൾ നട്ട് ബോൾട്ട് ഉപയോഗിച്ച് അസംബിൾ ചെയ്യാവുന്നതാണ്. ഇത്രയും മാത്രമാണ് നമ്മൾ അസംബിൾ ചെയ്യേണ്ടതുണ്ട്. ബാക്കി സ്റ്റിയറിംഗ് വീൽ, ഹാൻഡിൽ 180 ഡിഗ്രി മുകളിലേക്ക് ഉയർത്തിയ ശേഷം അത് അസംബിൾ ചെയ്ത് കയറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മാർക്കിംഗ് കാണാവുന്നതാണ്. ഈ മാർക്കിംഗ് ഓൾറെഡി അവിടുന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ മാർക്ക് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. അതുകൂടാതെ ഇത് അസംബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ കിറ്റ് അവർ ഈ സൈക്കിളിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് അസംബിൾ ചെയ്യുക എന്നുള്ളത് അത്ര വലിയൊരു ടാസ്ക് അല്ല. വളരെ ഈസിയായി തന്നെ നമുക്ക് അസംബിൾ ചെയ്യാവുന്നതാണ്. ഈ ബാസ്ക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ സൈക്കിളിൻ്റെ കൂടെ വന്നതല്ല. തൽക്കാലം ഒരു ബാസ്ക്കറ്റ് നമ്മൾ ടെമ്പററി സെറ്റപ്പിലാക്കി വെച്ചാണ്. അതിന് വെൽഡ് ചെയ്ത് ക്ലാമ്പെല്ലാം പിടിപ്പിച്ച് നല്ല രീതിയിൽ അസംബിൾ ചെയ്യാനുണ്ട്. സീറ്റ് ഹൈറ്റ് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ക്ലാമ്പാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്ലാമ്പ്. ഇത് ലൂസാക്കുകയും ടൈറ്റാക്കുകയും ചെയ്തതിന് ശേഷം സീറ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉയരത്തിൽ വെച്ച ശേഷം നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്താൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പൂർത്തിയാവുന്നതാണ്. ബാക്ക് വീലെല്ലാം ഓൾറെഡി അസംബിൾഡായാണ് വരുന്നത്. ബ്രേക്കുകളും മറ്റെല്ലാ നട്ട് ബോൾട്ടുകളും ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കുള്ള ടാസ്ക്. അത് നമുക്ക് അടുത്തുള്ള സൈക്കിൾ ഷോപ്പുകളിൽ വെച്ചോ ഏതെങ്കിലും സൈക്കിൾ മെക്കാനിക്കിനെ കൊണ്ടുവന്നോ മറ്റോ നമുക്ക് ചെയ്യാവുന്നതുമാണ്. എനിവേ, ഞാൻ ഈ സൈക്കിൾ ഉപയോഗിച്ചപ്പോൾ ത്രോട്ടിൽ മോഡിൽ 20 കിലോമീറ്റർ എടുത്ത മൈലേജും പെഡൽ അസിസ്റ്റ് മോഡിൽ നല്ല മൈലേജ്, ഏകദേശം 50-60 കിലോമീറ്ററോളം മൈലേജും ലഭിക്കുന്നുള്ളതായിട്ടാണ് കാണുന്നത്. ത്രോട്ടിൽ മോഡിൽ ഞാൻ നല്ല ഹില്ലി ഏരിയകളിൽ കൂടി തന്നെയാണ് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സൈക്കിളിന് കമ്പനി പ്രോമിസ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ലഭ്യമാണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവം. കൂടുതൽ ദിവസത്തെ ഉപയോഗത്തിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്കായി തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.